അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് 4ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കപ്പെട്ട മസാൽ ഫിഖ്ഹിന്റെയും അതിൻ്റെ വർക്ക് ബുക്കിൻ്റെയും ഫസ്റ്റ് ചാപ്റ്ററാണ് വായിക്കുന്നത്. മസാൽ ഫിഖ്ഹിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കർമ്മശാസ്ത്ര പാഠങ്ങൾ കർമ്മം ചെയ്യാനുള്ളതാണ്. കർമ്മം ചെയ്യാൻ വ്യക്തിയെ പ്രാപ്തനാക്കാൻ 3 കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. 1. വിധിവിലക്കുകൾ മനസ്സിലാക്കുക. 2. അവ ചെയ്യാനുള്ള പരിശീലനം ലഭിക്കുക. 3. പ്രവർത്തിക്കാനുള്ള പ്രചോദനം ലഭിക്കുക എന്നിവയാണവ. ഈ 3 തലങ്ങളും കുറ്റമറ്റ രീതിയിൽ നടന്നാൽ മാത്രമേ കർമ്മശാസ്ത്ര പഠനം പൂർണ്ണമാവുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമൽ അനാം അൽ ഈമാൻ വൽ ഇസ്ലാം വമാ യഹ്താജൂന ഇലൈഹി മിനൽ അഹ്കാം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖൈറിൽ അനാം വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അലാം. അമ്മാ ബഅദ്. അദ്ദർസുൽ അവൽ, ഫസ്റ്റ് ചാപ്റ്റർ ആണ് മാഉൻ തഹൂറുൻ. തഹൂറായ വെള്ളം, ശുദ്ധമായ വെള്ളം. വെള്ളം 3 രീതിയിലാണ്. വെള്ളം പല ഇനത്തിലുണ്ട്. ഒന്ന് മാഉൻ തഹൂർ, മറ്റൊന്ന് ത്വാഹിറായ വെള്ളം, മറ്റൊന്ന് നജസായ വെള്ളം, മറ്റൊന്ന് മുസ്തഅമലായ വെള്ളം. ഈ 4 വെള്ളത്തിൽ നിന്ന് മാഉൻ തഹൂർ അഥവാ തഹൂറായ വെള്ളം കൊണ്ട് മാത്രമേ ശുദ്ധിയാക്കാൻ പറ്റുള്ളൂ. ഒന്ന് വായിക്കാം. ഈ ബോട്ടിലുകളെല്ലാം വെള്ളമുണ്ട്. ഒന്നാമത്തേത് തൊഹൂർ, രണ്ടാമത്തേത് ത്വാഹിർ, മൂന്നാമത്തേത് മുത്തനജ്ജിസ്. മേശപ്പുറത്ത് വെച്ച വെള്ളം ഉസ്താദ് പരിചയപ്പെടുത്തി. 3 ബോട്ടിലുകളായിട്ടാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. തൊഹൂറായ വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്യാം, കുളിക്കാം. മുത്തനജ്ജിസ് ശുദ്ധീകരിക്കാം. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തൊഹൂറായ വെള്ളം. ത്വാഹിറായ വെള്ളം സ്വയം ശുദ്ധിയുള്ളതാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അതിന് കഴിയില്ല. മുന്തിരി ജ്യൂസ് ത്വാഹിറാണ്. അതിന് ഉദാഹരണമാണ് മുന്തിരി ജ്യൂസ്. അത് ത്വാഹിറാണ്, കുടിക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? വുളൂ എടുക്കാനോ കുളിക്കാനോ അലക്കാനോ പറ്റൂല. കുടിക്കാൻ പറ്റും, അത് ഉപയോഗിച്ച് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല. മൂന്നാമത്തെ വെള്ളമാണ് മുത്തനജ്ജിസായ വെള്ളം. കുടിക്കാനും മറ്റൊന്ന് ശുദ്ധിയാക്കാനും പറ്റൂല. നജസ് വീണ കുളത്തിൽ കുളിക്കാൻ പറ്റുമോ എന്ന് ജാബിർ ചോദിച്ചു. എന്തതിന് ഉത്തരം പറയാ? കുളത്തിൽ ധാരാളം അഥവാ 2 കുല്ലത്തോ അതിലധികം വെള്ളമുണ്ട്. 2 കുല്ലത്ത് എന്ന് പറയുന്നത് ഏകദേശം 191 ലിറ്ററാണ്. ഇതിനാണ് 2 കുല്ലത്തായി കണക്കാക്കുന്നത്. ഈ വെള്ളമാണ് കുളത്തിലുള്ളതെങ്കിൽ വെള്ളത്തിന്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ കുളിക്കാം. നജസ് വീണ വെള്ളം 2 കൊല്ലത്തിൽ കുറവാണെങ്കിൽ അത് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ 2 കൊല്ലത്ത് താഴെ ഉണ്ടെങ്കിൽ അഥവാ 191 ലിറ്റർ ഇല്ലെങ്കിൽ നജസ് വീണാൽ തന്നെ അത് നജസായി. 2 കൊല്ലത്ത് വെള്ളം ഉണ്ടെങ്കിൽ നജസ് വീണത് കൊണ്ട് മാത്രം നജസാകൂല, അതിന്റെ നിറമോ മണമോ രുചിക്കോ മാറ്റം വരണം എന്നാണ് മസ്അല. അപ്രകാരം തന്നെ 2 കൊല്ലത്തുള്ള വെള്ളത്തിൽ നജസ് വീഴുകയും അത് കാരണം വെള്ളത്തിന്റെ രുചിക്കോ വർണ്ണത്തിനോ വാസനക്കോ മാറ്റം വന്നാലും ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റില്ല. കാരണം അത് മുത്തനജ്ജിസായ വെള്ളമാണ്. തുഹൂറ വെള്ളത്തിൽ ഉസ്താദ് അല്പം ജ്യൂസ് ഒഴിച്ചു. ഇതുപയോഗിച്ച് വുളൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല, വെള്ളത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ത്വാഹിർ കലർന്ന് വെള്ളത്തിന്റെ നിറത്തിന് മാറ്റം വന്നു, അല്ലെങ്കിൽ മണത്തിന് രുചിക്കോ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കൊണ്ടും ശുദ്ധീകരിക്കാൻ പറ്റൂല. ഫറലിൽ ഉപയോഗിച്ച വെള്ളത്തിന് മുന്തിരി ജ്യൂസിന്റെ വിധിയാണ് എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതാണ്, മറ്റൊന്ന് ശുദ്ധിയാക്കാൻ പറ്റൂല. സിനാൻ, ഏതാണ് ഫറലിൽ ഉപയോഗിച്ച വെള്ളം? ഉസ്താദ്, ഉളൂഇന്റെ ഫറലുകൾ നാം പഠിച്ചിട്ടുണ്ടല്ലോ. മുഖം കഴുകൽ ഫറലാണ്.
മുഖം കഴുകിയ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിച്ചാൽ അത് ശുദ്ധീകരിക്കാൻ പറ്റില്ല, കാരണം അത് ഫർളിൽ ഉപയോഗിച്ച വെള്ളമാണ്. ജാബിർ: അപ്പോൾ ഹൗലിൽ നിന്ന് ഉളു എടുക്കാൻ പറ്റുമോ? എല്ലാവരും ഫർളിൽ ഉപയോഗിച്ച വെള്ളം അതിലേക്ക് തന്നെ വീഴുകയില്ലേ? എന്താ അതിന് മറുപടി? ഉസ്താദ് പറയുന്നു, പറ്റും. അത് 2 കൊല്ലത്തുണ്ട്. 2 കൊല്ലത്തും അതിൽ കൂടുതലുമുള്ളതിന് ഈ നിയമം ബാധകമല്ല. ഇതിൽ നിന്നാണ് ഹെഡിങ് എടുത്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം ആകാശത്ത് നിന്ന് നാം തൊഹൂറായ വെള്ളത്തെ ഇറക്കി. നെക്സ്റ്റ് പേജ് നോക്കൂ. നഖറു അനഫ് വായിച്ച് മനസ്സിലാക്കാനാണ്. കുല്ലത്താനി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കുല്ലത്ത് അഥവാ ഏകദേശം 191 ലിറ്റർ. കുളം, പോണ്ട്, രുചി ടേസ്റ്റ്, വർണ്ണം കളർ, വാസന സ്മെൽ, ശേഖരിക്കുക കളക്ട്, വീഴുക ഫോൾ ബാക്ക്. സ്വയം ശുദ്ധിയുള്ളത് പ്യുവർ ബൈ ഇറ്റ് സെൽഫ്. മുന്തിരി ജ്യൂസ്, ഗ്രേപ്പ് ജ്യൂസ്. ബാധകമല്ല, നോട്ട് അപ്ലിക്കബിൾ. ഏകദേശം, അപ്രോക്സിമേറ്റ്. ദഫ്തർ താലബ് നോക്ക് ദിരിബാത്തുകൾ ചെയ്യുക. നോക്കൂ, നമുക്ക് ദഫ്തർ ഒന്ന് വായിക്കാം. ഒന്നാമത്തെ വർക്ക് എന്താ? നുബയ്യിനു, വിശദീകരിക്കാനാണ്. അൽ മാ ഉൽ തുഹൂറു എന്നാൽ എന്ത് എന്നുള്ളതാണ്. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമാണ് തുഹൂറായ വെള്ളം. രണ്ടാമത്തെ ചോദ്യം അൽ മാ ഉ ത്വാഹിർ, ത്വാഹിറായ വെള്ളം എന്നാൽ എന്ത് എന്നുള്ളതാണ്. ഉത്തരം: ത്വാഹിറായ വെള്ളം സ്വയം ശുദ്ധിയുള്ളതാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ അതിന് കഴിയില്ല. ചോദ്യം 3 അൽ മാ ഉൽ മുത്തനജ്ജിസ്, എന്താണ് മുത്തനജ്ജിസായ വെള്ളം? നജസ് വീണ വെള്ളത്തിനാണ് മുത്തനജ്ജിസായ വെള്ളം എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം അൽ കുല്ലത്താനി എന്നാൽ എന്ത്? 2 കുല്ലത്ത് അഥവാ ഏകദേശം 191 ലിറ്റർ. അഞ്ചാമത്തെ ചോദ്യം അൽ മുസ്താമലു ഫിൽ ഫർലി എന്നാൽ എന്ത്? ഉത്തരം: ഫർലിൽ ഉപയോഗിച്ച വെള്ളം. ഇനി മൂന്നാമത്തെ വർക്ക് നക്തുബു, എഴുതാനാണ്. ഇതേപോലെ എഴുതാം 2 പ്രാവശ്യം. അൽ മാ ഉ ത്വഹൂർ, അൽ മാ ഉ ത്വാഹിറു, അൽ മാ ഉൽ മുത്തനജ്ജിസു, അൽ കുല്ലത്താനി. നാലാമത്തെ വർക്ക് നസിൽ, മാച്ച് ദ ഫോളോവിംഗ് ആണ്. അൽ മാ ഉ ത്വഹൂർ, ലെറ്റർ ബി, കിണറ്റിലെ വെള്ളം. അൽ മാ ഉ ത്വാഹിർ, ലെറ്റർ സി, കഞ്ഞിവെള്ളം. അൽ മാ ഉൽ മുത്തനജ്ജിസ്, ലെറ്റർ ഡി, നജസ് വീണ് നിറം മാറിയ കുളത്തിലെ വെള്ളം. അൽ മാ ഉൽ മുസ്താമൽ, ലെറ്റർ എ, ഉളൂഇന്റെ ഫർളിൽ ഉപയോഗിച്ച വെള്ളം. അഞ്ചാമത്തെ വർക്ക് നോക്കൂ. നജിദു മിസാലൻ ആഖർ, മറ്റൊരു ഉദാഹരണം കണ്ടെത്താനാണ്. നാരങ്ങ ജ്യൂസ്, അത് ഉദാഹരണം. ത്വാഹിറിന്റെ ഒരു ഉദാഹരണം. മറ്റൊരു ഉദാഹരണം നോക്കൂ. കഞ്ഞിവെള്ളം. പുഴയിലെ വെള്ളം ത്വഹൂറിന്റെ ഉദാഹരണം. മറ്റൊന്ന് കുളത്തിലെ വെള്ളം. ഉളുവെടുക്കുന്നവൻ കാല് കഴുകിയ വെള്ളം. മറ്റൊരു ഉദാഹരണം ഉളുവെടുക്കുന്നവൻ മുഖം കഴുകിയ വെള്ളം. എലി വീണ് ചത്ത് ദുർഗന്ധം വന്ന ടാങ്കിലെ വെള്ളം. പൂച്ച ചത്ത് നിറം മാറിയ കിണറ്റിലെ വെള്ളം. അവസാനത്തെ വർക്ക് നഖറൂനക്ത്, വായിച്ചിട്ട് എഴുതാനാണ്. ജ്യൂസ്, ശുദ്ധി, പരിചയം, മുന്തിരി ഉപയോഗം. അല്ലാഹു തആല നന്നായി പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുമാണ് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.